കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് മാലിദ്വീപിൻ്റെ 2 മന്ത്രിമാർ നടത്തിയ പ്രസ്താവന വലിയ വിവാദമാകുകയും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാലിദ്വീപിനെ ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇത് മാലിദ്വീപിനുണ്ടാക്കിയ നഷ്ടം ചെറുതല്ല. ടൂറിസം മേഖല കൊണ്ട് മാത്രം ജീവിക്കുന്ന ചെറുദ്വീപ് രാജ്യം തകർന്ന് തരിപ്പണമായി. അതിനുശേഷം എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ചയിൽ ഈ 2 മന്ത്രിമാരെ പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത ഒരു പബ്ലിക് മീറ്റിങ്ങിനിടയിൽ ഈ മാലിദ്വീപിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു നടത്തിയ പ്രസംഗമാണ്. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ നടത്തിയ നിന്ദ്യമായ പരാമർശത്തിൽ പരസ്യമായി തന്നെ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. ആരും ഇത്തരം കാര്യങ്ങൾ ഇനി പറയരുതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ നടപടിയെടുക്കുമെന്നും താൻ അറിയിച്ചു കഴിഞ്ഞതായും മുഹമ്മദ് മുയ്സി പറയുന്നു. ഏതായാലും 2 മന്ത്രിമാർ നടത്തിയ പ്രസ്താവന ഇരു രാജ്യങ്ങളെയും എത്രത്തോളം അകറ്റി, അതുകൊണ്ടുണ്ടായ നഷ്ടം എന്തെന്ന് മൊയ്സുവിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഏതായാലും അടുത്ത മാസത്തോടു കൂടി ഈ മുഹമ്മദ് മുയ്സു ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ഒക്ടോബർ 2ാം വാരത്തിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. പരസ്യമായി തന്നെ ഒരു ഖേദപ്രകടനം, ഒരു മാപ്പപേക്ഷ, നിന്ദ്യമായുള്ള പ്രസ്താവനയിൽ താൻ ഖേദിക്കുന്നു എന്ന ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.